ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ രാവിലത്തെ വിശേഷങ്ങളൊന്നുമല്ല. സമയം 10:30 11 മണി ആയിക്കണു. നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിക്കണം കേട്ടോ. ഇന്ന് നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പം ഞാൻ ബീഫൊക്കെ നുറുക്കിയെടുക്കട്ടെ കേട്ടോ. നിങ്ങളൊക്കെ വിശേഷം എന്തൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ഒക്കെ ഒന്ന് പറയണം. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മൾ വീട്ടിൽ വെക്കണല്ലേ, അതുകൊണ്ട് വലിയ വലിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട. ഒരിടത്തരം കഷ്ണമാക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇറച്ചിയൊക്കെ നുറുക്കിയെടുക്കണം കേട്ടോ. നമുക്കിതിന് വൃത്തിയിൽ കഴുകിയെടുക്കാം. നമുക്ക് ഇറച്ചിയൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം കേട്ടോ. പാത്രം കാടുന്നുണ്ടോ? ഇറച്ചി കഴുകിയ വെള്ളം, മീൻ കഴുകിയ വെള്ളമൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് നമ്മളെ കറിവേപ്പില ചെടികൾക്കൊക്കെ നല്ലതാണ്. ഇറച്ചിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കേട്ടോ. പിന്നെ ഇത് വെള്ളം വരട്ടെ. ഞാൻ പിന്നെ ബിരിയാണി വെക്കൽ വൈകുന്നേരത്തിനാക്കിട്ടോ. ഉച്ചക്ക് അപ്പോൾ കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, മാപ്പിള ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കിയെന്നറിയോ, ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ട് വൈകുന്നേരം ആക്കാം. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിരിക്കണം കേട്ടോ. അടുപ്പ് നമ്മൾ കത്തിക്കലേ ഇല്ല, എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ കത്തിക്കുക. അപ്പോൾ ചെമ്പ് വെച്ചെടുത്ത് ഉള്ളിയൊക്കെ വാട്ടി വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കാണ്ട്. അപ്പോൾ ഈ പാത്രത്തിന് 1.5 പാത്രം അരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 പാത്രം വെള്ളം ഒഴിച്ചെടുത്തു. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതിട്ട് കൊടുക്കുക. ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ദമ്മിടൽ. ഞാൻ ചോറ് ഊറ്റിയിട്ട് ഇതുവരെ, അരി ഊറ്റിയിട്ട് ഞാൻ ഇതുവരെ ദമ്മിട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ അടുപ്പുണ്ടല്ലോ, നമ്മൾ ദിവസം കത്തിക്കുകയാണെങ്കിൽ ചൂടുണ്ടാവും കേട്ടോ. ഇത് എപ്പോഴേലും കത്തിക്കുമ്പോൾ അടുപ്പ് തണുത്തിരിക്കില്ല, അപ്പോൾ കുറേ നേരം ആവും കേട്ടോ ഒന്ന് ചൂടായി വരണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് വെള്ളം തിളക്കാൻ വെച്ചിരുന്നു. അങ്ങനെ വെള്ളം തിളക്കാനായിക്കോട്ടെ ഉപ്പ് ഇട്ട് കൊടുത്തോക്കണം. അരി ഇതവിടെ കഴുകി വെച്ചിക്കണേ. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പം ഇതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് അടച്ചു വെക്കാം. ഞാൻ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിക്കണം കേട്ടോ. നമുക്ക് മസാല ഉണ്ടാക്കണം. ഞാൻ കുക്കറിൽ ഉള്ളി വാടാന്ന് വെച്ചിരുന്നു കേട്ടോ. ഞാൻ ഒരു 2 വിസിലടിച്ചെടുത്ത ഉള്ളി വെന്ത് കിട്ടും കേട്ടോ. ഇത് നമ്മളിങ്ങനെ എണ്ണയിലിട്ടിട്ട് വാട്ടിക്കൊണ്ടിരുന്നാൽ കുറേ സമയം വേകണം. അപ്പോൾ ഇതുണ്ടോ, ഉള്ളി നല്ല വെന്തക്കണം. ഇനി നമുക്ക് ചട്ടിയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ബാക്കിയുള്ള മസാലയൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പം നമ്മളെ ചോറ് കണ്ടോ, വെള്ളമൊക്കെ വറ്റിയിരിക്കും. ചെറിയ മഞ്ഞ കളറാണ് കേട്ടോ. ഞാൻ ബീഫ് വെന്ത വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അത് ലേശം ഒഴിച്ചിരിക്കുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ക്യാരറ്റ് ഒന്നും ഇടണില്ല കേട്ടോ. എന്താണെന്നറിയോ, ഒക്കെ ഉണ്ടാവും പ്ലേറ്റിൻ്റെ വക്കത്ത്. അപ്പോൾ ആരെങ്കിലും വരുമ്പോഴൊക്കെ ഉള്ളൂ ഞാൻ അങ്ങനെ ഉണ്ട് സാധനങ്ങളൊക്കെ ഇടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തട്ടിക്കൂട്ടിയിട്ട് ഇവിടെയുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇവിടെ ഇല്ലേനും, ഉണ്ടെങ്കിൽ തന്നെ വെറുതെ എന്തിനാ കളയണം. ഇതൊക്കെ പെറുക്കി വെക്കുമ്പോൾ പിന്നെ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചോറ് ഏകദേശം വെന്തക്കണം. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് മസാല ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് ദമ്മിടാം. അപ്പോൾ ഞാൻ കുക്കറിൽ ഉള്ളി വേവിച്ചെടുത്തുക്കണമെന്ന് പറഞ്ഞില്ലേ,
നല്ലോണം വെന്തുക്കണം കേട്ടോ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയും തക്കാളിയും വെന്തുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത്. എല്ലാവർക്കും ബിരിയാണി വെക്കാനൊക്കെ അറിയാം. എല്ലാവരും ഓരോ വിധമായിക്കാരം വെക്കുക. അപ്പം ഞാൻ വെക്കണ വിധം ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നെ ഞാൻ വെക്കണ വിധം എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടാണ് കേട്ടോ. മസാല ഉണ്ടോ നല്ലോണം വെന്ത് ഉള്ളിയൊക്കെ വെന്ത് ഇറങ്ങിക്കണം. അങ്ങനെ ഓടണം ഇവിടെ. എന്നാൽ അല്ലെങ്കിൽ ഉള്ളി എന്തെങ്ങനെ വെന്തിട്ടില്ലല്ലോ, തക്കാളി വെന്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കട്ടോ. കൂടെ തന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയും. മല്ലിച്ചപ്പ് മറ്റേ അമേരിക്കൻ മല്ലി എന്നൊക്കെ പറയില്ല, അതാണ് ഇട്ടത്. ചോറ് ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തേക്കാണ് കേട്ടോ മാറ്റി വെച്ചിരിക്കണം. വേവാത്തത് അവിടെ നിന്ന് കിടന്ന് വേകട്ടെ. അപ്പം ഇതിൽ നമ്മൾ മെയിൻ താരം ഉപ്പ് ഇട്ടുക്കണു, പക്ഷേ കോരയ്ക്കാരം ഉപ്പ് തീരല്ല കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ബീഫിൽ ഇട്ടുക്കണം കേട്ടോ. ഞാൻ അതിന് കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ മതി. അപ്പം ഇതിലേക്ക് ലേശം തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കലില്ല, ചെറുനാരങ്ങയാണ് ഒഴിച്ച് കൊടുക്കല്. അപ്പോൾ തൈര് ഒഴിച്ച് കൊടുത്താലും എന്താ പറയുക, വേഗം കേടുവരും. ഫ്രിഡ്ജില്ലാത്ത സമയത്തൊക്കെ ഞാൻ ചെറുനാരങ്ങയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കല്. ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാമല്ലോ. മറ്റേത് നമ്മൾ ചൂടാക്കി വെക്കണ്ടേ. ഇപ്പം നമുക്ക് ലേശം തൈര് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിൽ കുറച്ച് വെള്ളം ഇട്ടോ, അതോടുകൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം വറ്റട്ടെ. അപ്പോൾ നമുക്ക് ചോറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ആ ചെമ്പിൽ തന്നെ ദമ്മിടാം കേട്ടോ. ചെമ്പട്ടിയൊക്കെ വേറെ ഉണ്ട്, പക്ഷെ വലുതാണ്. ഇതാകുമ്പോൾ പാകത്തിനുള്ള ചെമ്പട്ടി. ഇതൊന്ന് തിളക്കട്ടെ. ഞാൻ അത് പിന്നെ ചോറ് ഒഴിച്ചിട്ട് പിന്നെ മസാല അടിയിലിട്ട് കൊടുത്തിട്ട് ചോറ് മേലിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിൽ നെയ്യ് ഒഴിച്ചിടും. എന്നിട്ട് നമുക്കിത് അടച്ചെടുക്കാം. അവിടെ കിടന്ന് വേകട്ടെ. അപ്പം ഞാൻ 9:30 കഴിക്കണം കേട്ടോ. ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ചപ്പോൾ നെയ്ച്ചോറ് ഇതാ ലേശം കോരി വെച്ചിക്കണം. പിന്നെ ഉള്ളി തൈര് ആക്കി വെച്ചിക്കണം. അപ്പം ഞാനൊരു ഭാഗം മാത്രം പിന്നെ ചോറ് മസാല ഒക്കെ ഇതാക്കി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഒരാൾ ജിമ്മിന് പോയി, ഒരാൾ കടയിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ എൻ്റെ മാപ്പിള എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഗുളികയൊക്കെ കഴിക്കാണ്ട്, 9 മണിക്കൊക്കെ ഒരു ഗുളിക കഴിക്കാണ്ട്. അപ്പം ഞാൻ ലേശം ചോറെടുത്തിട്ട് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതേപോലെ ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ലേശം ചോറൊക്കെ എടുത്തേക്കണ, കുറച്ച് തൈരും നാരങ്ങാച്ചാറ് വേണമെങ്കിൽ നാരങ്ങാച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബിരിയാണി ഒന്ന് തിന്നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ വെച്ചുകൊണ്ട് പറയല്ല. പിന്നെ പ്രത്യേകിച്ച് ബീഫ് ബിരിയാണി ആകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.